അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 2023-24 വർഷത്തിൽ നടന്ന പാദവാർഷിക പരീക്ഷയുടെ 6ാം ക്ലാസ്സിലെ ചോദ്യപേപ്പറുകളും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. നമുക്ക് ഓരോ വിഷയത്തിൻ്റെയും ചോദ്യപേപ്പറിലെ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും നോക്കാം. ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം നമുക്ക് ആദ്യമായിട്ട് ലിസാനിൻ്റെ ചോദ്യപേപ്പർ നോക്കാം. ലിസാനിൻ്റെ ചോദ്യപേപ്പറിലെ ഒന്നാമത്തെ ഭാഗം നൂസിലു ബിൽ മുനാസിബി, യോജിച്ചവ ചേർത്തെഴുതാം എന്നതാണ്. ഇവിടെ ബ്രാക്കറ്റിൽ നമുക്ക് കാണാം ഖതല, ലാ യദ്ഖുലു, ലാ യൻദുറു, ലാ യുഅ്മിനു, ജാഅതി, മാ റകബ്തു, മാ ഫഹിമ. ഇവിടെ ബ്രാക്കറ്റിൽ നൽകിയ ഓരോ പദങ്ങളെയും താഴെ കൊടുത്ത വിട്ട ഭാഗത്തിലേക്ക് ചേർത്തെഴുതുക എന്നുള്ളതാണ്. ചോദ്യം 1. ഇവിടെ അല്ലാഹു യൗമൽ ഖിയാമത്തി ഇലാ മൻജറ ഇസാറുഹു ബത്തറ. ഇവിടെ ചേർക്കേണ്ട പദം ലാ യൻദുറു എന്നുള്ളതാണ്. ലാ യൻദുറുല്ലാഹു യൗമൽ ഖിയാമത്തി ഇലാ മൻജറ ഇസാറഹു ബത്തറ. ചോദ്യം 2. അഹദുക്കും ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി. ഇവിടെ ചേർക്കേണ്ടത് ലാ യുഅ്മിനു. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി. മൂന്നാമത്തത് ഉത്തരത്തോടു കൂടി അതിൻ്റെ ഭാഗം നോക്കാം. ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉൻ. ചോദ്യം 4. ഖതലൽ വലദു അൽ ഹയ്യത. ചോദ്യം 5. ജാഅത്തിൽ ബിന്തു ഇലൽ മദ്റസതി. ചോദ്യം 6. മാ റകിബ്തു ഫിസ് സഫീനത്തി. ചോദ്യം 7. മാ ഫഹിമത്തുല്ലാബു കലാമൽ ഉസ്താദി. നമുക്ക് ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം നോക്കാം. നുക്മിലുൽ ജദ്വല. ഇവിടെയുള്ള പട്ടിക പൂർത്തിയാക്കാനുള്ളതാണ്. ഇവിടെ വിട്ട ഭാഗം പൂർത്തിയാക്കാനുള്ളതാണ്. വിട്ട ഭാഗം ചേർത്തുകൊണ്ട് നമുക്കതിൻ്റെ രൂപം നോക്കാം. ഒന്നാമത്തെ കോളത്തിൽ മാലി മുസ്ബത്തും, രണ്ടാമത്തെ കോളത്തിൽ മുലാരി മുസ്ബത്തും, മൂന്നാമത്തെ കോളത്തിൽ മാലി മൻഫിയും, നാലാമത്തെ കോളത്തിൽ മുലാരി മൻഫിയുമാണ് നൽകേണ്ടത്. നമുക്ക് വിട്ട ഭാഗമെല്ലാം പൂർത്തിയാക്കി നോക്കാം. ജലസ യജ്ലിസു, മാ ജലസ ലാ യജ്ലിസു. 2. ജലസ യജ്ലിസാനി, മാ ജലസ ലാ യജ്ലിസാനി. 3. ജലസ്തു അജ്ലിസു, മാ ജലസ്തു ലാ അജ്ലിസു. 4. ജലസ്ന നജ്ലിസു, മാ ജലസ്ന ലാ നജ്ലിസു. ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം നുതമ്മിമു, നമുക്ക് പൂരിപ്പിക്കാം എന്നുള്ളതാണ്. ചോദ്യം 1. അദാത്തുൻ നഫീ ഫിൽ മാലി ഹർഫു മാ ഫി അവ്വലിൽ ഫിഅലി. ചോദ്യം 2. ഇദാ ദഖല ഹർഫു ലാ ഫി അവ്വലിൽ ഫിഅലിൽ മുളാരിഇ യകൂനു മൻഫിയൻ. ചോദ്യത്തിൻ്റെ നാലാമത്തെ ഭാഗം നക്തുബുൽ മജ്ഹൂല ലിൽ അഫ്ആലിൽ ആത്തിയ. താഴെ കൊടുത്ത ഫീലുകൾക്ക് മജ്ഹൂലിനെ എഴുതുക. ഇവിടെ മഅറൂഫ് നൽകിയിട്ടുണ്ട്, മജ്ഹൂലിനെ നൽകണം. 1. അകല ഉകില, യഅ്കുലു യുഅ്കലു. 2. കതബ കുതിബ, യക്തുബു യുക്തബു. 3. ബാഅ യബീഉ, ബാഅ ബീഅ. ബാഅ മഅറൂഫാണ്, ബീഅ മജ്ഹൂലാണ്. യബീഉ യുബാഉ. 4. ഖാല ഖീല, യഖൂലു യുഖാലു. 5. മദ്ദ മുദ്ദ, യമുദ്ദു യുമദ്ദു. ചോദ്യത്തിൻ്റെ അഞ്ചാമത്തെ ഭാഗം നുറത്തിബു, ക്രമത്തിലാക്കാം എന്നതാണ്. ഇവിടെ ഡിസോർഡറിൽ നൽകിയ ഭാഗങ്ങളെ ഓർഡറിലാക്കി മാറ്റണം. ആ ഓർഡറിലാക്കിയ രൂപം ഇങ്ങനെയാണ്. യദ്ഹബുൽ വാലിദു ഇലൽ മസ്ജിദി. ചോദ്യം 2. അതിൻ്റെ ശരിയാക്കിയ രൂപം അൻജല്ലാഹു മൂസ അലൈഹിസ്സലാം വൽ മുഅ്മിനീന. ചോദ്യത്തിൻ്റെ ആറാമത്തെ ഭാഗം നുതർജിമു, നമുക്ക് പരിഭാഷപ്പെടുത്താം എന്നതാണ്. ചോദ്യം 1. ഹലറൽ ഉസ്താദു ഫിൽ മദ്റസത്തി ഫിസ്സാഅത്തി സാദിസ. ഇതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്.
6 മണിക്ക് ഉസ്താദ് മദ്രസയിൽ ഹാജരായി. ചോദ്യത്തിൻ്റെ 7ാമത്തെ ഭാഗം നുഅരിബു അറബീകരിക്കാം. ഇവിടെ മലയാളത്തിൽ നൽകിയതിന് അറബിയിലാക്കണം. ചോദ്യം 1. നിങ്ങൾ 2 പേരും പാഠം വായിച്ചില്ല. അതിൻ്റെ അറബിയാണ് മാ ഖറഅതുമാ അദ്ദർസ. ഇനി നമുക്ക് ഫിഖ്ഹിൻ്റെ ചോദ്യത്തിൻ്റെ രൂപം നോക്കാം. ഫിഖ്ഹിൻ്റെ ചോദ്യത്തിൻ്റെ 1ാമത്തെ ഭാഗം യോജിപ്പിക്കാം എന്നതാണ്. ഇവിടെ വലതു ഭാഗത്ത് നൽകിയ ചോദ്യത്തിലേക്ക് ഇടത് ഭാഗത്ത് നൽകിയ ഭാഗങ്ങളെ ചേർത്ത് യോജിപ്പിക്കണം. നമുക്ക് ഇതിൻ്റെ ശരിയായ രൂപം എടുത്ത് നമുക്ക് നോക്കാം. ചോദ്യം 1. റവാത്തിബിൽ 10 റക്അത്തുകൾ വളരെയേറെ പുണ്യമുള്ളതാണ്. ചോദ്യം 2. ശുക്റിൻ്റെ സുജൂദ് നിസ്കാരത്തിൽ ചെയ്താൽ നിസ്കാരം ബാത്തിലാകും. ചോദ്യം 3. ഖിബില എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് കഅബയാണ്. ചോദ്യം 4. സ്വർണവും വെള്ളിയും പുരുഷന് നിഷിദ്ധമാണ്. ചോദ്യം 5. ചൂണ്ടുവിരലിൽ പുരുഷൻ മോതിരം ധരിക്കൽ കറാഹത്താണ്. ചോദ്യം 6. തൊലിയുടെ നിറം കാണാത്ത വസ്തു കൊണ്ടാണ് ഔറത്ത് മറക്കേണ്ടത്. ചോദ്യം 7. നിസ്കാരം നിർവഹിക്കുന്നതിന് തടസ്സം ഭ്രാന്ത്. ചോദ്യത്തിൻ്റെ 2ാമത്തെ ഭാഗം പൂർത്തിയാക്കാം എന്നതാണ്. ചോദ്യം 1. ഹുഫിൻ്റെ മേൽഭാഗം അല്പം തടവലാണ് നിർബന്ധം. ഹുഫിൻ്റെ മേൽഭാഗം അല്പം തടവലാണ് നിർബന്ധം. ചോദ്യം 2. ഔറത്ത് മറക്കാവുന്ന ഒന്നും ലഭിക്കാത്തവർ നഗ്നനായി നിസ്കരിക്കണം. ചോദ്യം 3. യാ ബനി ആദമ ഖുദൂ സീനത്തക്കും ഇൻദ കുല്ലി മസ്ജിദിൻ. ചോദ്യം 4. നിയ്യത്തിന് ശേഷം ചായം കൊടുക്കപ്പെട്ട വസ്ത്രം കറാഹത്താകുന്നു. നെയ്തതിന് ശേഷം ചായം കൊടുക്കപ്പെട്ട വസ്ത്രം കറാഹത്താകുന്നു. നെയ്തതിന് ശേഷം ചായം കൊടുക്കപ്പെട്ട വസ്ത്രം കറാഹത്താകുന്നു. ചോദ്യം 5. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം റഹിമല്ലാഹു റഅൻ സ്വല്ലാ ഖബ്ലൽ അസ്രി 4. ചോദ്യത്തിൻ്റെ 3ാമത്തെ ഭാഗം 2 വീതം എഴുതുക എന്നതാണ്. ചോദ്യം 1. ജമാഅത്ത് സുന്നത്തില്ലാത്ത സുന്നത്ത് നിസ്കാരങ്ങൾ. ഉത്തരം റവാത്തിബ്, ളുഹ, വിത്ർ, അൽ ഇസ്തിഖാറ, അത്തഹിയ്യത്ത്, സ്വലാത്തു തസ്ബീഹ്, അത്തഹജ്ജുദ്. ഇവയിൽ നിന്ന് 2 എഴുതുക. ചോദ്യം 2. തിലാവത്തിൻ്റെ സുജൂദിന് നിസ്കാരത്തിലല്ലെങ്കിൽ ഫർളുകൾ. ഉത്തരം തിലാവത്തിനു വേണ്ടി ഞാൻ സുജൂദ് ചെയ്യുന്നു എന്ന് കരുതുക, തക്ബീറത്തുൽ ഇഹ്റാം, ഒരു സുജൂദ് ചെയ്യുക, സലാം വീട്ടുക. ഇതിൽ നിന്ന് 2 എഴുതുക. ചോദ്യത്തിൻ്റെ 3ാമത്തെ ചോദ്യം ഹുഫയുടെ മേൽ തടവൽ അനുവദനീയമാകാനുള്ള ഷർത്തുകൾ. ഉത്തരം ഹുഫ ശുദ്ധിയുള്ളതായിരിക്കുക. 2. ഞെരിയാണി ഉൾപ്പെടെ മറയുന്നതായിരിക്കുക. ചോദ്യത്തിൻ്റെ 4ാമത്തെ ഭാഗം ഉത്തരം എഴുതാം എന്നതാണ്. ചോദ്യം 1. ഖിബിലക്ക് മുന്നിടേണ്ടതില്ലാത്ത നിസ്കാരങ്ങൾ ഏതാണ്? ഉത്തരം ഹലാലായ യാത്രയിലെ സുന്നത്ത് നിസ്കാരത്തിലും മലവെള്ളം, ഹിംസ്ര ജന്തുക്കൾ, തീ മുതലായവയെ തൊട്ട് പേടിച്ച് ഓടുന്നവരുടെ നിസ്കാരത്തിലും. ചോദ്യം 2. സഹുവിൻ്റെ സുജൂദ് വാജിബാണ് ആർക്ക്? ഉത്തരം ഇമാം സുജൂദ് ചെയ്താൽ കൂടെ സുജൂദ് ചെയ്യൽ മഅ്മൂമിന് നിർബന്ധമാണ്. ചോദ്യം 3. നിസ്കാരത്തിൽ സലാമിന് ശേഷം നിയ്യത്തിൽ സംശയം ഉണ്ടായാൽ എന്തു ചെയ്യണം? ഉത്തരം മടക്കി നിസ്കരിക്കണം. ചോദ്യം 4. പെരുന്നാളിന് അഫ്ളലായ വസ്ത്രം ഏതാണ്? ഉത്തരം വില കൂടിയ വസ്ത്രം.
ചോദ്യം 5. നിസ്കാര സമയമായാൽ നാം എന്ത് ചെയ്യണം? ഉത്തരം: സമയമായാൽ ഉടനെ നിസ്കരിക്കുകയോ സമയം കഴിയും മുമ്പ് ഞാൻ നിസ്കരിക്കുമെന്ന് കരുതുകയോ ചെയ്യണം. ചോദ്യത്തിൻ്റെ 5ാമത്തെ ഭാഗം പൂരിപ്പിക്കാം എന്നതാണ്. ചോദ്യം 1. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം യകൂനു ഖൗമുൻ ഫി ആഖിരി الزമാനി യഖ്ളിബൂന ബിസ്സവാദി കഹവാസിലിൽ ഹമാമി ലാ യരീഹൂന റായിഹത്തൽ ജന്ന. ചോദ്യം 2. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം റകഅത്താൽ ഫജ്രി ഖൈറും മിനദ് ദുനിയാ വമാ ഫീഹാ. ഇനി നമുക്ക് ദുറൂസിൻ്റെ ചോദ്യത്തിൻ്റെ രൂപം നോക്കാം. ദുറൂസിൻ്റെ ചോദ്യത്തിൻ്റെ 1ാമത്തെ ഭാഗം യോജിച്ചവ ചേർക്കാം എന്നതാണ്. ഇവിടെ ബ്രാക്കറ്റിൽ ചില ഭാഗങ്ങൾ നൽകിയിട്ടുണ്ട്. അസ്ഹാബുൽ ജഹീം, ഖാമു കുസാല, മാപ്പാക്കുകയില്ല, സൂചിപ്പിക്കുന്നത് ഇഹ്സാനൻ, സിയാദ, ഫദ്ഊഹു ബിഹ. നമുക്ക് ചോദ്യം നോക്കാം. ചോദ്യം 1. വഇദാ ഖാമു ഇലസ്വലാത്തി ഖാമു കുസാല. ചോദ്യം 2. ശിർക്ക് ചെയ്യൽ അള്ളാഹു ഒരിക്കലും മാപ്പാക്കുകയില്ല. ചോദ്യം 3. വല്ലദീന കഫറൂ വകദ്ദബൂ ബിആയാതിനാ ഉലൈക അസ്ഹാബുൽ ജഹീം. ചോദ്യം 4. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഊഹു ബിഹാ. ചോദ്യം 5. പേരുകൾ കൂടുന്നത് ഒരാളുടെ മഹത്വത്തെയാണ് സൂചിപ്പിക്കുന്നത്. ചോദ്യം 6. ലില്ലദീന അഹ്സനുൽ ഹുസ്ന വസിയാദ. ചോദ്യം 7. വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഇഹ്സാന. ചോദ്യത്തിൻ്റെ 2ാമത്തെ ഭാഗം പൂർത്തിയാക്കാം എന്നതാണ്. ചോദ്യം 1. അള്ളാഹുവിന് 99 പരിശുദ്ധ നാമങ്ങളുണ്ട്. ചോദ്യം 2. ഒരാളുടെ ഗുണവിശേഷണങ്ങൾ കൂടുതലായി അറിയുമ്പോഴാണല്ലോ അയാളോട് കൂടുതൽ അടുപ്പം തോന്നുക. ചോദ്യം 3. ലൗ കാന ഫീഹിമാ ആലിഹത്തുൻ ഇല്ലല്ലാഹ് ലഫസദതാ. ചോദ്യം 4. മൻ അഹബ്ബ ലിഖാ അല്ലാഹി അഹബ്ബല്ലാഹു ലിഖാഅഹു. ചോദ്യം 5. അത്ഖലുസ് സ്വലാത്തി അലൽ മുനാഫിഖീന സ്വലാത്തുൽ ഇശാഇ വസ്വലാത്തുൽ ഫജ്ർ. ചോദ്യത്തിൻ്റെ 3ാമത്തെ ഭാഗം വ്യക്തമാക്കാം എന്നതാണ്. ചോദ്യം 1. തൗഹീദ്. ഉത്തരം: അള്ളാഹുവിനെ മാത്രം ആരാധ്യനായി വിശ്വസിക്കലാണ് തൗഹീദ്. ചോദ്യം 2. ഇബാദത്ത്. ഉത്തരം: അങ്ങേ അറ്റത്തെ താഴ്മയും വിനയവും ബഹുമാനവും കാണിക്കുന്നതിനാണ് ഇബാദത്ത് എന്ന് പറയുന്നത്. ചോദ്യം 3. ഇഹ്സാൻ. ഉത്തരം: നീ നിൻ്റെ അള്ളാഹുവിനെ കാണും പോലെ ആരാധനകൾ നിർവഹിക്കുക. നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ട്. ചോദ്യത്തിൻ്റെ 4ാമത്തെ ഭാഗം ഉത്തരം എഴുതാം എന്നതാണ്. ചോദ്യം 1. നാം നന്മയിൽ വർത്തിക്കണം ആരോടെല്ലാം? ഉത്തരം: അയൽവാസികൾ, വീട്ടുകാർ, കൂട്ടുകാർ, നാട്ടുകാർ എല്ലാവരുമായും നാം നന്മയിൽ വർത്തിക്കണം. ചോദ്യം 2. നീ മുഹ്സിനാവുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരോടാണ് പറഞ്ഞത്? ഉത്തരം: സ്വർഗം ലഭിക്കാനുള്ള അമൽ പറഞ്ഞു തരാൻ ആവശ്യപ്പെട്ട ആളോട്. ചോദ്യം 3. അള്ളാഹു മാപ്പാക്കാത്ത 2 മഹാപാപങ്ങൾ ഏതാണ്? ഉത്തരം: ശിർക്കും കുഫറും. ചോദ്യം 4. നാം എന്ത് ലക്ഷ്യത്തിലാണ് ഇബാദത്ത് ചെയ്യേണ്ടത്? ഉത്തരം: അള്ളാഹുവിൻ്റെ തിരുദർശനം ലക്ഷ്യമാക്കി. ചോദ്യത്തിൻ്റെ 5ാമത്തെ ഭാഗം ക്രമത്തിലാക്കാം എന്നതാണ്. ഇവിടെ ഡിസോർഡറിൽ നൽകിയ ഭാഗം ഓർഡറിലാക്കി മാറ്റുക. അതിൻ്റെ ശരിയായ രൂപം നമുക്ക് നോക്കാം. അല്ലാഹുമ്മ
ഇന്ന നസ്അലുക ഹുബ്ബക വഹുബ്ബ മൻ യുഹിബ്ബുക വഹുബ്ബ അമലിൻ യുഖർരിബുന ഇല ഹുബ്ബിക്. ചോദ്യത്തിൻ്റെ 6ാമത്തെ ഭാഗം പൂർത്തിയാക്കാം എന്നതാണ്. ഇവിടെ കള്ളികളിൽ അസ്മാ ഉൽ ഹുസ്ന നൽകിയിട്ടുണ്ട്. അതിനെ ഓർഡറിലാക്കി പൂർത്തിയാക്കുക. 1. അൽ അദിലുൽ ലത്തീഫുൽ ഖബീറു അൽ ഹലീമു അൽ അലീമു അൽ ഗഫൂറു അൽ ശക്കൂറു അൽ അലിയു അൽ കബീറു അൽ ഹഫീദ്. ഇതാണ് അതിൻ്റെ അസ്മാ ഉൽ ഹുസ്ന പൂർത്തിയാക്കി എഴുതേണ്ട രൂപം. പാഠങ്ങളൊക്കെ നല്ലതുപോലെ മനസ്സിലാക്കി പരീക്ഷയ്ക്ക് തയ്യാറായി നിൽക്കുക. അള്ളാഹു നമുക്ക് പരീക്ഷയിൽ ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.